ശ്രദ്ധേയ സിനിമകളുടെ റീ റിലീസുകൾ ഇന്ന് ട്രെൻഡാണ്. തമിഴ് സിനിമയിലാണ് അത്തരം കൂടുതൽ റീ റിലീസുകൾ സംഭവിക്കുന്നതെങ്കിലും മലയാളത്തിലും ഈ ട്രെൻഡ് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ലാലേട്ടന്റെ കൾട്ട് ചിത്രം സ്ഫടികം റീ റിലീസ് ചെയ്ത് ചിത്രത്തിന്റെ പുതിയ ഭാവത്തെ പ്രേക്ഷകർ ആഘോഷിച്ചു. ഇനി മമ്മൂക്കയുടെ ഊഴം. മമ്മൂക്ക ട്രിപ്പിൾ റോളിൽ അഭിനയിച്ച് ഗംഭീരമാക്കി വിജയം നേടിയ പാലേരി മാണിക്യം വീണ്ടും പ്രദർശനത്തിനൊരുങ്ങുകയാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് 2009 പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രമാണ് ഏറ്റവും പുതിയ ശബ്ദ സാങ്കേതിക മികവോടെ 4K പതിപ്പായി നിർമ്മാതാക്കൾ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നത്. മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രം 3ാം തവണയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. 2009 സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ ആരാധകർ ഇത്തവണയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഒരു മാണിക്യത്തിനല്ല 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. സംഭാഷണ ശൈലിയും ശരീരചലനങ്ങളും അടിമുടി വ്യത്യസ്തം നിറഞ്ഞ കഥാപാത്രങ്ങളായി മമ്മൂട്ടി നിറഞ്ഞാടി. ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തി. മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതാ മേനോനും കരസ്ഥമാക്കി. അതുവരെ കണ്ടുവച്ചതിൽ നിന്നും വളരെയധികം വ്യത്യസ്തത പുലർത്തിയ കഥാപാത്രമായിരുന്നു മമ്മൂക്കയുടേത് എന്നത് അന്നും പ്രേക്ഷകരെ തിയേറ്ററിൽ എത്താൻ പ്രേരിപ്പിച്ചു. ഇന്നും ആ പ്രേരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എഴുതിയ TP രാജീവന്റെ പാലേരി മാണിക്യം എന്ന നോവലിനെ ആസ്പദമാക്കി രഞ്ജിത്ത് ഒരുക്കിയ ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് 2009 ഡിസംബർ 5-നായിരുന്നു. ഹരിദാസ്, മുരിക്കിൻ കുന്നത്ത് അഹമ്മദ് ഹാജി, ഖാലിദ് അഹമ്മദ് എന്നിങ്ങനെ 3 വേഷങ്ങളിലാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് പാലേരിയിലെ മാണിക്യം എന്ന പെൺകുട്ടി അവിചാരിതമായി മരണപ്പെടുന്നു. വെറും ഒരു കൊലപാതകമായിരുന്നില്ല അത്. ബലാത്സംഗ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം. പിന്നീട് സംഭവം പുനരന്വേഷിക്കുന്നതിനായി എത്തുന്ന ഹരിദാസ് എന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണ വഴികളിലെ ഓരോ നാഴികക്കല്ലുകളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പലരുടെയും സഹായത്തോടെ ഹരിദാസ് കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ നേരെ അന്വേഷണം നീളുന്നു. അവസാനം കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നു. പല നാടകീയ രംഗങ്ങൾക്കുമൊടുവിൽ ചിത്രം അവസാനിക്കുന്നു. മൈഥിലി, ശ്രീനിവാസൻ, സിദ്ദിഖ്, സുരേഷ് കൃഷ്ണ, മുഹമ്മദ് മുസ്തഫ, ശശി കലിംഗ, T ദാമോദരൻ, വിജയൻ V നായർ, ഗൗരി മുഞ്ചൽ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രമുഖ താരങ്ങൾ. നിർമ്മാണം മഹാസുബൈർ, AV അനൂപ് എന്നിവർ നിർവഹിക്കുമ്പോൾ ഛായാഗ്രഹണം മനോജ് പിള്ളയും സംഗീതം ശരത് ആൻഡ് ബിജിപാൽ കൂട്ടുകെട്ടിൽ പിറന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ പരാമർശിക്കുന്ന യഥാർത്ഥ സംഭവമാണ് ഔദ്യോഗികമായി കേരളത്തിൽ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ കൊലപാതകം എന്നാണ് നിലവിൽ കരുതുന്നത്. എന്തായാലും ചിത്രത്തിന്റെ മാറ്റങ്ങളോടുകൂടിയുള്ള റീ റിലീസ് വിജയമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ്.